സ്കൂളൊക്കെ പൂട്ടിയില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അപ്പം ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഒരു ഈവനിങ് വ്ലോഗ് അങ്ങോട്ട് തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഇന്ന് കട്ടനും കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചേക്കുക. എപ്പോഴും തൊലി കളയണ്ടല്ലോ. അപ്പം വാരി വാരി കഴിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനും പാർത്തമോനും ഇങ്ങനെ കട്ടനൊക്കെ കുടിച്ച് കപ്പലണ്ടി ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല. അവന് വേണ്ടി ഞാൻ എടുത്തതാണ്. കപ്പലണ്ടി എനിക്കധികം കഴിക്കാൻ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ മുഖത്ത് കുരുക്കൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ കഴിക്കില്ല. തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് കഴിക്കും, അല്ലാതെ ഞാനങ്ങനെ കഴിക്കത്തില്ല. അപ്പം കട്ടനൊക്കെ കുടിച്ചു. പിന്നെ ആണെങ്കിൽ രാവിലെ കുറേ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറക്കാനായിട്ട് പോയേക്കും. അപ്പം രണ്ട് വെള്ളമുണ്ട് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കാറ്റടിച്ച് നിലത്ത് വീണു. അങ്ങനെ പിന്നെ തുണിയൊക്കെ പറക്കി ഒരു സമയം ഏകദേശം ഒരു 3:30-4 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരത്തെയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ മലനടയിൽ നിന്ന് പാവുമ്പയ്ക്ക് വന്നപ്പോൾ ഇവിടെ പുതിയ താമസക്കാർ വന്നു കേട്ടോ. 4 മക്കളും ഒരു അമ്മയും കൂടെ. വേറെ ആരുമല്ല, നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ കുഞ്ഞുമണി ഉണ്ടല്ലോ, കുരുത്തക്കേടുകാരി കുറുമ്പി, അവിടെ അമ്മ തന്നെയാണ്. അവളെ ഇവിടെ കൊണ്ട് കളഞ്ഞിച്ച് അവളുടെ അമ്മ പോയതായിരുന്നു. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് വന്നത്. ഇപ്പോൾ അവരിവിടെ ഉണ്ട് കേട്ടോ. അമ്മയും മക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. അവർ ഞങ്ങളുടെ റൂമിലാണ്. ഞങ്ങളുടെ റൂമിലെ അലമാരിയിൽ ഒരു ഡ്രോ അവർ സ്വന്തമാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്താണ് അവർ. അപ്പം പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. എങ്ങനെയൊക്കെ പോയാലും നമുക്ക് വൈകിട്ടും കാണും കുറേ പാത്രം കഴുകാനും ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് വാരക്കം പുരയ്ക്കകമൊക്കെ അടിച്ച് വാരിയിട്ട് വേണം മുറ്റം അടിച്ച് വാരാൻ. അപ്പം അതിന് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് വിശേഷമായിട്ട് വന്നേക്കുക. പിന്നെ എടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്നവരാരും എനിക്ക് ലൈക്ക് തരുന്നില്ല കേട്ടോ. എന്താണോ എന്തോ, എല്ലാവരും കണ്ടിട്ട് പോവുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് അവിടെ ഓണാക്കി വെച്ചാലേ എൻ്റെ വീഡിയോ ഓടിപ്പോയിക്കോളും. അപ്പം നിങ്ങളിങ്ങനെ കൂടിയിരുന്ന് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു ലൈക്ക് തരാം, യാചിക്കൊന്നുമല്ല. ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്തിടുന്നുണ്ടല്ലോ. അപ്പം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടാണെങ്കിൽ പോലും അതിൻ്റെ പിന്നാലെ ഇരുന്നെങ്കിലേ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് ഒരു ലൈക്ക് തന്ന് സഹായിക്കണേന്ന്. നിങ്ങളോടൊരു ലൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ, അത് വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ 2 ആഴ്ചത്തോളം മലനടയിലായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കിനും വീടും പരിസരവും ഒക്കെ ചപ്പിളി പിളിയായി കിടന്നതായിരുന്നു. ഒരുവിധം 2 ദിവസം കൊണ്ടാണ് ഞാൻ മിറ്റമൊക്കെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത് തന്നെ. എന്തായാലും മിറ്റമടിച്ച് വാരൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കഴുകിയ തുണി പറക്കിക്കൊണ്ട് വന്നില്ലേ, അത് മടക്കാനായിട്ട് റൂമിലേക്ക് വന്നപ്പോൾ ഉണ്ടടാ വേറൊരു കാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതുങ്ങളുടെ കണ്ണ് വിരിഞ്ഞത് കൊണ്ടുണ്ടല്ലോ, ഇവരുടെ അമ്മ വന്ന് പാല് കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്കിനും ഇതുങ്ങൾ വെളിയിൽ ചാടും. അമ്മയുടെ പുറകെ ചാടുന്നതാണ്. കണ്ണ് വിരിഞ്ഞതായതുകൊണ്ട് കാണാമല്ലോ ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ പാർത്തമ്മ പറഞ്ഞ അല്ലമ്മേ ഒരെണ്ണം കൂടിയുണ്ട് കട്ടിലിൽ, അലമാരയുടെ അടിയിലെങ്ങാണ്ട് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് എടുക്കാം, എനിക്ക് പേടി എടുക്കാനായിട്ട്, ഉള്ളിലിരിക്കുമായതുകൊണ്ട്. പിന്നെ അവൻ എന്തായാലും അതിനെ എടുത്തു. 4 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 2 കറുത്ത കുഞ്ഞുങ്ങളും പിന്നെ 2 കറുപ്പും വെള്ളയും കൂടെ ഉള്ള 2 കുഞ്ഞുങ്ങളാണ്. എന്തായാലും അവരെ അമ്മ അതിനകത്തുണ്ടായിരുന്നു കണ്ടോ. അകത്ത് എടുത്ത് വെച്ച് കൊടുത്ത് അവരങ്ങനെ സന്തോഷമായിട്ട് അതിനകത്ത് കഴിയുകയാണ്. അപ്പം പിന്നെ തുണിമടക്കൽ ചടങ്ങാണ്. ഇതൊരു വല്ലാത്ത ചടങ്ങ് തന്നെയാണല്ലോ അല്ലേ. കഴുകണം മടക്കണം, കഴുകണം മടക്കണം. ഇത് ഡെയിലി ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ്. എന്താ അല്ലേ, എല്ലാ വീട്ടമ്മമാർക്കും ഇത് തന്നെയായിരിക്കും ജോലി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും നോക്കുന്നവർക്ക് എല്ലാവർക്കും ഈസി, പെണ്ണുങ്ങൾക്ക് എന്ത് പണിയാണെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ചെയ്യുന്ന ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ പണിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും അങ്ങനെ തുണി മടക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലും കൂടെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം കുറേ അലക്കാറുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നെ ഈ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഈ ബെഡ് വൃത്തിയാക്കുന്ന ചുമ്മാതാണേ. ഞങ്ങളിപ്പോൾ ഇതിനകത്ത് കിടക്കത്തില്ല. ഇപ്പോൾ കിടക്കുന്നത് പാർത്തമ്മോൻ്റെ റൂമിലാണ്. കാരണം ഇവിടെ പുതിയ അന്തേവാസികൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ പേടിയാണ് അണ്ണനെ കേട്ടോ. അപ്പം ഈ തള്ളപ്പൂച്ചയ്ക്ക് വെളിയിലോട്ട് പോകാനും വരാനും ഒക്കെ വേണ്ടി ഞങ്ങളൊരു ജനൽ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പം ഇത് രാത്രി പോവുകയും വരികയൊക്കെ ചെയ്യുമ്പം ദേഹത്തെങ്ങാനും വന്ന് ചാടുമോ എന്നുള്ള പേടി കാരണമാണ് ഈ റൂമിൽ കിടക്കാത്തത്. പക്ഷേ എനിക്കും പാർത്തമോനും പേടിയില്ല. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പൂച്ചയും പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അണ്ണന് ഭയങ്കര പേടിയാണ്. പേടി എന്തുവാ, പേടി എന്നല്ല, ഒരു ഇഷ്ടമില്ലായ്മ. അപ്പം അവരവിടെ താമസിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിനോ ഒന്നും
താമസിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിനോ ഒന്നും ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു എന്താണ് ഡിസ്കസ്റ്റഡ് എന്ന് പറയുന്ന കണക്കുള്ള അത് തന്നെ. പിന്നെ എന്തായാലും തുണി മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തെ അതാണ്ട ഞങ്ങളുടെ കുഞ്ഞുമണി അവളുടെ അമ്മയാണ് ഇപ്പം വീണ്ടും പ്രസവിച്ചത് കേട്ടോ. പിന്നെ വിളക്കൊരുക്കൽ, കത്തിക്കൽ അതൊക്കെയാണ് ഇനി വൈകിട്ടത്തെ മെയിൻ പരിപാടി. അപ്പം വിളക്ക് കത്തിയിലും നാമം ചൊല്ലൊക്കെ ഒക്കെയായി. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് അണ്ണൻ ജോലിയും കഴിഞ്ഞ് വന്നു. അന്നേരം മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ബുൾസൈ അടിച്ചു കൊടുക്കണം, ഓംപ്ലേറ്റ് വേണം എന്നൊക്കെയായി. അപ്പം അണ്ണന് ബുൾസൈ മതിയെന്ന് അല്ല ഓംപ്ലേറ്റ് മതിയെന്ന് പറഞ്ഞു, പാർത്ത ബുൾസൈ മതിയെന്ന് പറഞ്ഞു. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഏതായാലും കഴിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് സിപ്പപ്പോ എന്താ പറഞ്ഞത്, ഡ്രിങ്ക്സ്. ഇതിൻ്റെ പേര് ഡ്രിങ്ക്സ് എന്നാണ് പറയുന്നത്. എന്തോ പഞ്ചാര കലക്കിയിട്ട് ഫ്രീസറിനകത്ത് വെച്ച് ഐസാക്കി പിള്ളേരെ പറ്റിക്കുന്ന പരിപാടി അത് തന്നെ. പിന്നെ എന്തായാലും അത് അവനത് കുടിക്കുകയാണ്. പിന്നെ എന്താണ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി, അണ്ണൻ ഓംപ്ലേറ്റ് കൊടുത്തു. കൊച്ചിൻ്റെ പാത്രം കണ്ടാലും ഞെട്ടണ്ട കേട്ടോ, ഇതിന് പ്ലേറ്റിനകത്ത് കഴിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇത്തരം പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ അമ്മയും ഇതേ കണക്ക് കുറേ പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കൊച്ചിനെ അതിനകത്ത് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ 3 പേരോട് ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആകപ്പാടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയം മാത്രമാണ് കൂടെ കിട്ടുന്നത്. പകലെല്ലാം ജോലിക്ക് പോകുന്നില്ല, രാവിലെ പോകുന്നത്. അപ്പോൾ ഉള്ള സമയം ഞങ്ങൾ ഹാപ്പി ആക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.